നമസ്കാരം, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സ്. ഈയിടെ എൻ്റെ അടുത്ത് വന്നൊരു ചോദ്യമാണ്, ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ HPD അനുഭവിക്കുന്ന ആൾക്കാർക്ക് സൂയിസൈഡ് റിസ്ക് കൂടുതലാണോ എന്ന്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. HPD എന്ന് പറയുന്ന കണ്ടീഷൻ വന്നിരിക്കുന്നത് പണ്ടത്തെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ക്ലസ്റ്റർ B എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. വ്യക്തിത്വ വൈകല്യ അവസ്ഥകളെ നമ്മൾ 3 ക്ലസ്റ്ററുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ക്ലസ്റ്റർ A ഉണ്ട്, ക്ലസ്റ്റർ B ഉണ്ട്, ക്ലസ്റ്റർ C ഉണ്ട്. ഇത് 3 വ്യത്യസ്ത പ്രകടന സ്വഭാവ സവിശേഷതകളുള്ള മാനസിക രോഗാവസ്ഥകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതിൽ നമ്മളുടെ ഈയിടെയായിട്ടുള്ള പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ക്ലസ്റ്റർ B ആയിരുന്നു. ഓൾറെഡി ക്ലസ്റ്റർ ബിനെ കുറിച്ച് സംസാരിക്കുന്ന അതിലെ വ്യത്യസ്ത രോഗാവസ്ഥകളായിട്ടുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ മുതലായവയൊക്കെ കുറിച്ചിട്ടുള്ള നിരവധി വീഡിയോകൾ ചാനലിൽ ഓൾറെഡി നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ക്ലസ്റ്ററിനെ നമ്മൾ ഒരു പരിധിവരെ പറയുന്നത് ഇമോഷണലി അൺസ്റ്റേബിൾ ഡിസോർഡേഴ്സ് അടങ്ങിയ ഒരു ക്ലസ്റ്റർ എന്നാണ്. സോ ഇതിലുള്ള എല്ലാ ഡിസോർഡർ അവസ്ഥകളും, അത് നാർസിസ്റ്റിക് ആയിക്കോട്ടെ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിക്കോട്ടെ, ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിക്കോട്ടെ, എല്ലാത്തിലും ഡിപ്രഷൻ എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ സൂയിസൈഡ്, ഇവ എല്ലാത്തിലും സൂയിസൈഡാലിറ്റിക്കുള്ള സാധ്യത, സൂയിസൈഡൽ ബിഹേവിയർ കാണിക്കാനും സൂയിസൈഡ് കൊണ്ട് ജീവഹത്യ വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്നൊരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുക. ഈ വ്യക്തിത്വ വൈകല്യ അവസ്ഥകൾ ഇത് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് അപ്രോച്ചിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ജീവിതത്തിലോട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് അമർത്തുക. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളും അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെയും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളാണ് എനിക്കുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ തരുന്ന വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇനിയും വീഡിയോ ഉണ്ടാക്കാനായിട്ടുള്ള മോട്ടിവേഷനാണത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് കീപ് മോട്ടിവേറ്റിംഗ് അസ്, കീപ് മോട്ടിവേറ്റിംഗ് ദ ചാനൽ. സോ കേട്ടതിന് എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.